ഏരൂർ കരിമ്പിൻകോണം മണ്ടയ്ക്കാട് നട ദേവീക്ഷേത്രത്തിൽ കാർത്തിക ദിനത്തിൽ ബാലിക പൊങ്കാലയും കാർത്തിക വിളക്കും സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ബാലിക പൊങ്കാലയിൽ നൂറുകണക്കിന് ബാലികമാർ പൊങ്കാല അർപ്പിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഈ കൊച്ചുങ്ങളെ മാത്രം ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നിർത്തണേ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ കൊച്ചുങ്ങളെ മാത്രം അങ്ങ് ഫ്രണ്ടിലോട്ട് നിർത്തണേ. ബാലികമാരെ എല്ലാവരെയും ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് നിങ്ങൾ മദനമാരെല്ലാം ഇച്ചിരി ബാക്കിലോട്ട് ഇരിക്കണം. ശരിയാണ്. ഏരൂർ ശ്രീ മണ്ടയ്ക്കാട് നടത്തിൽ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള ആരാധനയും ഒപ്പം തന്നെ മഹോത്സവവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. രാവിലെ പതിവ് ചടങ്ങുകളോടൊപ്പം, അതായത് മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഇതിനോടൊപ്പം തന്നെ ബാലികമാരുടെ ബാലിക പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും അവരുടെ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി നടത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ബാലിക പൊങ്കാല. ബാലിക പൊങ്കാല കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾക്ക് മധുരവും നൽകി, ഒപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഫല മൂലാദികൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷമുള്ള ദീപക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെയാണ് ദീപക്കാഴ്ച എന്ന് പറയാം, പടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ചടങ്ങുകളോടൊപ്പം തന്നെ വളരെ സമൃദ്ധമായ രീതിയിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ അന്നദാനം ക്ഷേത്ര കോമ്പൗണ്ടിൽ ക്ഷേത്രത്തിൽ നടക്കുന്നതാണ്. ഇതെല്ലാം ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തൃക്കാർത്തിക വിളക്ക് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവും നമ്മുടെ അങ്ങ് റോഡ് വരെ, ഏരൂർ വിളക്ക് റോഡ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൊണ്ടുള്ള ഒരു വർണ്ണക്കാഴ്ച അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അതിനുശേഷമുള്ള പൂമൂടലോടുകൂടിയ വളരെ ഭക്തിനിർഭരമായിട്ടുള്ള ദീപാരാധനയെ തുടർന്ന് കാർത്തികപ്പുഴക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മളെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ കാർഷിക സമൃദ്ധി, നമ്മുടെ നാടിൻ്റെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർത്തികപ്പുഴക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആകാശ ദീപക്കാഴ്ച ഉണ്ടായിരിക്കും. ഇന്നൊരു പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടത്തുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് 30 വർഷം മുമ്പ് രൂപീകൃതമായ ദേവി കാർത്തിക ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു സഹോദരന്മാരുടെ അല്ലെങ്കിൽ അവരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വളരെ മാതൃകാപരമായ രീതിയിൽ ഈ അമ്പലത്തിനോടൊപ്പം മറ്റ് സാമൂഹ്യ രംഗത്ത് ഇടപെട്ടുകൊണ്ട് അവർ വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ഈ ദേവി കാർത്തിക ബ്രദേഴ്സ്, എനിക്ക് തോന്നുന്നൊരു 40ഓളം പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ പ്രവാസികളായിട്ടുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ സഹകരണത്തോടു കൂടിയും ആണ് ഇതിവിടെ നടത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നാട്ടുകാരും ഒപ്പം തന്നെ ക്ഷേത്ര ഭരണസമിതിയും ഈ കാർത്തിക ബ്രദേഴ്സിനോട് പ്രത്യേകം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്ര നല്ല രീതിയിൽ തൃക്കാർത്തിക നമ്മുടെ അമ്പലത്തിൽ ആഘോഷിക്കുവാൻ കഴിയുന്നതിൽ. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രമേശൻ തോട്ടിറക്കത്തിൽ, സെക്രട്ടറി അപ്പി പാലവിള, മേൽശാന്തി പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. കരിമ്പിൻകോണം കാർത്തിക ബ്രദേഴ്സ് കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ജില്ലാ വിഷൻ, ഏരൂർ.